സന്നിധാനത്തേക്കാണ് പോകുന്നത്. അവിടെ മണ്ഡലപൂജയോടനുബന്ധിച്ച് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനകം നടക്കും. ഘോഷയാത്ര സന്നിധാനത്തെത്തി തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള പേടകം ശ്രീകോവിലേക്ക് കൊണ്ടുപോയി ഇപ്പോഴത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയ്ക്കുള്ള സമയമാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സന്നിധാനത്ത്. നട തുറക്കുന്നതും കാത്ത് അല്പസമയത്തിനകം നട തുറക്കും. 41 ദിവസത്തെ മണ്ഡല പൂജ, മണ്ഡലകാല തീർത്ഥാടനത്തിന് നാളെ പരിസമാപ്തി കുറിക്കുകയാണ്. നാളെയാണ് മണ്ഡലപൂജ. നാളെ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ നടക്കുന്നത്. വൈകിട്ട് ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞ് നടയടയ്ക്കും. പിന്നീട് മകരവിളക്ക് ആഘോഷങ്ങൾക്ക് പിന്നീട് വീണ്ടും നട തുറക്കും. ഇപ്പോൾ ആ മണ്ഡലകാല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര. അവിടെ എത്തുകയും അത് ചാർത്തി ഉള്ള ദീപാരാധന ദർശിക്കുകയും എന്നത് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച്, തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ്. സന്നിധാനത്ത് ഇപ്പോൾ നടക്കുന്ന ഈ സായം സന്ധ്യയിലെ ദീപാരാധന ചടങ്ങ് അത് അല്പസമയത്തിനകം നട തുറക്കും. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്ന് വലിയ നടപ്പന്തലിലൂടെ 18-ാം പടി ചവിട്ടി അത് തങ്കയങ്കി ഘോഷയാത്ര അവിടേക്ക് എത്തിയത്. നമുക്ക് സന്നിധാനത്തേക്കും ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ഇപ്പോൾ എല്ലാവർക്കും ദർശനത്തിനുള്ള
ആ സമയമാണ്. ആയിരക്കണക്കിന് ഭക്തർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നടയിലും പരിസര പ്രദേശങ്ങളിലും 18-ാം പടിക്ക് താഴെയുമൊക്കെ അവരൊക്കെ ഇപ്പോൾ ഇനി 18-ാം പടി ചവിട്ടി ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തി തങ്ക അങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം ദർശിക്കും. മണ്ഡലകാല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നാളത്തെ മണ്ഡലപൂജയും. നാളത്തെ മണ്ഡലപൂജയോടെയാണ് 41 ദിവസം നീണ്ടുനിന്ന ഈ മണ്ഡലകാല തീർത്ഥാടനത്തിന് പര്യവസാനം കുറിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയും അത് ചാർത്തി ഇന്ന് ഈ സായം സന്ധ്യയിൽ ദീപാരാധന നടക്കുകയും ചെയ്തു. ദേവസ്വം മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങൾ, മറ്റൊന്ന് ഉന്നത ഉദ്യോഗസ്ഥർ, അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ, അങ്ങനെ നൂറുകണക്കിന് ആളുകൾ പ്രധാനപ്പെട്ട ഈ ദിവസം ദീപാരാധന ദർശിക്കുന്നതിനൊക്കെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അശ്വിൻ പാലാഴി സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അശ്വിൻ, വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ. ഇനിയിപ്പോൾ നാളെ മണ്ഡല പൂജയാണ്, അതിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ അശ്വിൻ? ഇപ്പോൾ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ സന്നിധാനത്ത് തന്നെ തുടരുകയാണ്. ദീപാരാധനയ്ക്ക് ശേഷം നിലവിൽ സന്നിധാനത്തുണ്ടായിരുന്ന സോപാനത്തിന് സമീപത്തുണ്ടായിരുന്ന ആളുകൾ, വിവിധ വകുപ്പ് മേധാവികളൊപ്പം ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആളുകൾ, അങ്ങനെയുള്ള വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ദർശനം നടത്തുകയാണ്. അതിന് അല്പം സമയത്തിനുള്ളിൽ തന്നെ, അധികം വൈകാതെ തന്നെ നടപ്പന്തലിൽ കാത്തിരിക്കുന്ന 10,000-കണക്കിന് ഭക്തരുണ്ട്. അവരെ 18-ാം പടി കയറ്റി തുടങ്ങും. അവർക്ക് ഈ ദർശനത്തിനുള്ള സൗകര്യം അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. രാവിലെ 11 മണിയോടുകൂടി ക്ലോസ് ചെയ്തതാണ് നട. അതിനുശേഷം ആരെയും ഭക്തരെ കടത്തിവിട്ടിരുന്നില്ല. ഇപ്പോൾ ഇതാ ഫ്ലൈ ഓവർ വഴി ഭക്തരോട് ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ സോപാനത്തുള്ള ഫ്ലൈ ഓവർ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. നടപ്പന്തലിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് 11-ന് ചടങ്ങുകളുള്ളത്. മണ്ഡല പൂജ 12 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും 12:30ക്കും ഇടയ്ക്കുള്ള, പിന്നീട് 10:50-ന് രാസനപ്പാടി അടച്ചു കഴിഞ്ഞാൽ 41 ദിവസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ഒരു മണ്ഡല കാലത്തിനാണ് സമാപനമാവുക. പിന്നീട് 30-ാം തീയതിയാണ് നട തുറക്കുന്നത്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി 19 ദിവസം നട തുറന്നിരിക്കും. അവിടെയും തീർത്ഥാടകരുടെ വലിയ തിരക്കുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായുള്ള മണ്ഡല പൂജ നാളെ അവസാനിക്കും. 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾ, വീണ്ടും ഒരു മണ്ഡല കാലത്തിനായുള്ള കാത്തിരിപ്പിലേക്ക് തീർത്ഥാടകർ നാളെ കടക്കും. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്തു നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സോപാനത്തിന് മുന്നിലെ തിരക്കാണ്. 18-ാം പടിയിൽ ഇപ്പോൾ തീർത്ഥാടകർ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് വരികയാണ്, ഫ്ലൈ ഓവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമയം അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഈ ദീപാരാധന കഴിഞ്ഞതോടുകൂടി മുഴുവൻ തീർത്ഥാടകർക്കും ദർശനത്തിന് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം കാണുന്നതിന്, വണങ്ങുന്നതിന് ഉള്ള സമയമാണ്, അതിനുള്ള സൗകര്യമാണ്. അങ്ങനെ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് മണ്ഡല പൂജ നടക്കുന്നത്. ഉച്ചയ്ക്ക്, നാളത്തെ സമയത്താണ്, ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മണ്ഡല പൂജ നടക്കുന്നത്. അതിനുശേഷം നടയടയ്ക്കും. പിന്നീട് 30-നാണ് മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറക്കുന്നത്. ഈ മണ്ഡലകാല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. നാളെ മണ്ഡല പൂജയും, ഈ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങ്. അതിൽ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തി. അതിനുശേഷം 3 മണിക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര തുടങ്ങി. 5 മണിയോടെ ശരംകുത്തിയിൽ സ്വീകരിച്ചു. പിന്നീട് ഘോഷയാത്രയായി നടപ്പന്തൽ വഴി 18-ാം പടി ചവിട്ടി ശ്രീകോവിലിന് മുന്നിലെത്തി. അത് ശ്രീകോവിലിലേക്ക് കൊണ്ടുപോയി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അത് 6:30-ക്ക് തന്നെ കഴിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം തീർത്ഥാടകർ, അയ്യപ്പ വിശ്വാസികൾ സന്നിധാനത്ത് അയ്യപ്പനെ വണങ്ങാൻ അങ്ങനെ കാത്തു നിൽക്കുകയാണ്.